ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ജീൻസും കോട്ടുമൊക്കെ ധരിച്ച് ഫുട്ബോൾ കളിക്കുന്ന, പാട്ട് പാടുന്ന, ഡാൻസ് കളിക്കുന്ന വിശുദ്ധരെയാണ് ഈ കാലത്ത് നമുക്ക് ആവശ്യം. അതിനുള്ള ഉദാത്തമായ ഒരു മാതൃകയാണ് മത്തയോ ഫരീനയുടെ ജീവിതം. എനിക്ക് അനേകം കൂട്ടുകാരെ നേടണം. എന്തിനെന്നോ? അവരോടൊപ്പം അടിച്ചു പൊളിച്ച് നടക്കാനല്ല, അവരുടെ എല്ലാ ആത്മാവിനെ ഈശോ തമ്പുരാന് വേണ്ടി നേടാനാ. ഇതാരാ പറഞ്ഞെന്നറിയോ? ധന്യൻ മത്തയോ ഫെരീന. ധന്യൻ മത്തയോ ഫെരീനയാണ് വിശുദ്ധ കാർലോയെ പോലെ കാർലോയുടെ കാലത്ത് ജീവിച്ച ഒരു വിശുദ്ധൻ. കാർലോയേക്കാൾ 1 വർഷം മുമ്പ് ജനിച്ച് 3 വർഷം കൂടി ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയ ഒരു കൗമാരക്കാരനാണ് മത്തയോ. ശാസ്ത്രവും സംഗീതവും 2 ചിറകുകളാക്കി മാറ്റിക്കൊണ്ട് ആ മത്തയോ ഈ ലോകത്തിൽ പറന്നു കളിച്ചു. നൊനാമേ എന്ന പേരിൽ ഒരു മ്യൂസിക് ബ്രാൻഡ് തന്നെ മത്തയോ രൂപകൽപ്പന ചെയ്തു. എല്ലാ ദിവസവും ജപമാല ചൊല്ലി വിശുദ്ധ ഗ്രന്ഥം വായിച്ചു. ആഴ്ചതോറും അവൻ കുമ്പസാരിച്ചു. ദിവ്യകാരുണ്യ ആരാധനയോട് അതിയായ ഭക്തി പുലർത്തിയിരുന്ന ഒരാളായിരുന്നു മത്തയോ. 9-ാം വയസ്സിൽ മത്തയോ വിശുദ്ധ പാദ്രേ പിയോയെ സ്വപ്നം കണ്ടു. നാം എല്ലാവരും സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന സത്യം അന്ന് വിശുദ്ധൻ മത്തയോയ്ക്ക് പറഞ്ഞു കൊടുത്തു. യുവജനങ്ങളോട് യേശുവിനെ പറഞ്ഞു കൊടുക്കുന്നവനാകണം, അവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് നയിക്കണം എന്നതായിരുന്നു മത്തയോയുടെ ലക്ഷ്യം. നാം എപ്പോഴും സന്തോഷവാന്മാരായിരിക്കണം, നിരാശരാകരുത്. നിരാശ ദൈവത്തിൽ നിന്നുള്ളതല്ല. 13-ാം വയസ്സിൽ ബ്രെയിൻ ട്യൂമറിന് അടിമയായപ്പോഴും മത്തയോ സന്തോഷവാൻ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലും ചിരിപ്പിക്കുന്നതിലും മത്തയോയ്ക്ക് എന്നും എപ്പോഴും സന്തോഷം മാത്രമായിരുന്നു. മൊസംബിക് എന്ന സ്ഥലത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി തൻ്റെ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ പണം പോലും നീക്കി വെച്ചുകൊണ്ട് ഒരു ചെറിയ സഹായമാണെങ്കിൽ പോലും അത് ചെയ്യാൻ മത്തയോ തയ്യാറായിരുന്നു. തൻ്റെ ജീവിതത്തിലെ വളരെ പ്രിയപ്പെട്ട വിശുദ്ധരായിരുന്നു പാദ്രേ പിയോയും ജമാ ഗിൽഗാനിയും ഫ്രാൻസിസ് അസീസിയും. ഈ വിശുദ്ധരെ അനുകരിച്ചുകൊണ്ടാണ് ധന്യൻ മത്തയോ ഫെരീന തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്. 13-ാം വയസ്സിൽ ക്യാൻസറിന് പിടിപെടുമ്പോഴും മത്തയോ സന്തോഷവാൻ മാത്രമായിരുന്നില്ല, ശാന്തനുമായിരുന്നു. മത്തയോ തൻ്റെ രോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. രോഗങ്ങൾ അതുകൊണ്ട് മത്തയോയ്ക്ക് ഒരു വിഷയമേ അല്ലായിരുന്നു. എന്നും സന്തോഷവാനായിരുന്ന മത്തയോ രോഗത്തിൻ്റെ സമയത്ത് ജപമാലകളിൽ മുഴുകിയിരുന്നു. തൻ്റെ 9-ാമത്തെ വയസ്സിൽ പാദ്രേ പിയോയെ സ്വപ്നം കണ്ടതിന് ശേഷം തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി മാറിയിരുന്നു സുവിശേഷം വായിക്കൽ. 9-ാം വയസ്സിൽ തന്നെ മത്തയോ മത്തായിയുടെ സുവിശേഷം മുഴുവൻ വായിച്ചു. തൻ്റെ എല്ലാ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും ഈശോ ഉണ്ടായിരിക്കണമെന്ന് മത്തയോ വാശി പിടിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മത്തയോയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നതെന്ന് അറിയാമോ? മത്തയോയെ പോലെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടും സുവിശേഷത്തിന് ജീവിച്ചുകൊണ്ടും നമുക്ക് വിശുദ്ധരാകാം. സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണല്ലോ സുവിശേഷവും ജപമാലയും കുമ്പസാരവും വിശുദ്ധ കുർബാനയുമൊക്കെ. മത്തയോയെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാം. വിശുദ്ധിയോടെ ജീവിക്കാം. തെറ്റുകളിൽ അകപ്പെടാതിരിക്കാൻ നിരന്തരമായി പ്രാർത്ഥിക്കാം. എല്ലാവരിലും സൗഹൃദം കണ്ടെത്താനും സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒരു ബാലപാഠമായി മാറിയ മത്തയോയെ പോലെ നമുക്കും വിശുദ്ധന്റെ ജീവിതം അനുകരിക്കാം. മത്തയോ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മരണം വരെ ഞാൻ ഓരോ ദിവസവും അവസാന ദിവസത്തെ പോലെ കാണും. അങ്ങനെ ഏറ്റവും വിശുദ്ധിയോടെ ഓരോ ദിവസവും ജീവിക്കാൻ എനിക്ക് കഴിയും. 2009 മരണമടയുമ്പോൾ പോലും മത്തയോ ഒരു കാര്യം ഓർക്കുന്നുണ്ടായിരുന്നു: ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചു.
എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. നമുക്കും വിശുദ്ധിയിൽ ജീവിക്കാം. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി ഈ ലോക ജീവിതം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. കുഞ്ഞുമക്കളായ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം. നമ്മളുടെയും മറ്റുള്ളവരുടെ ആത്മാക്കളെ ഈശോയ്ക്കായി നേടിക്കൊടുക്കാം. മത്തിയോയുടെ ജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി മാറട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.